ഹലോ ഗൈസ്, നമ്മൾ കടുവയെ കാണാൻ പോവാ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ തന്നെ രാവിലെ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ഒരു 9-10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ സൂര്യൻ എണീറ്റ് വരുമ്പോഴേ നമുക്കിങ്ങനെ സൂര്യപ്രകാശമൊക്കെ അടിച്ച് കണ്ണിലോട്ട് ഇങ്ങനെ കയറും. പിന്നെ ചുറ്റോട് ചുറ്റും പച്ചപ്പും അപ്പുറത്തൊരു പൂളും താഴെക്കൊണ്ടൊരു തോടൊഴുകുന്നുണ്ട്. പക്ഷെ തോട്ടിൽ വെള്ളമില്ലാത്ത സമയമാണ്, സമ്മറായത് കാരണം വെള്ളമില്ല. പിന്നെ രാവിലത്തെ ആ ഒരു തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ. പൊതുവെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അത്ര ഒരു തണുപ്പോ കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനില്ല. രാവിലെ ഞങ്ങൾ റെഡിയായി, എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി. ഫുഡ് ഉണ്ടായിരുന്നു, രാവിലെ നല്ല അപ്പവും മുട്ടക്കറി ഉണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെ തന്നെ എല്ലാ പെട്ടിയും പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം. രാത്രി വന്നതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. സോ രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഏതായാലും ഇറങ്ങുമല്ലേ, സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിക്കണ്ട് ഒന്ന് റിലാക്സ് ആയിട്ട് പോകാമെന്ന് വെച്ച്. സോ ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ തന്നെ നമുക്കൊരു സൈഡിലായിട്ട് ഇങ്ങനെ നമുക്ക് ഗാർഡൻ പോലെ ഇരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഈ സമയത്ത് പോയിരുന്നു കഴിഞ്ഞാൽ വലിയ രസമൊന്നുമില്ല, നല്ല ചൂടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു. സോ ഞാൻ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ഏരിയ വരെ ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ചിങ്ങനെ പോകുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പെട്ടിയും ബാഗും എല്ലാം പാക്ക് ചെയ്ത് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നേരെ ഏതായാലും ഇത്ര ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇറങ്ങിയാൽ നമുക്ക് അത്രയും കൂടെ സ്ഥലം കാണാം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ നമ്മൾ നെക്സ്റ്റായിട്ട് പോകുന്ന കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ട് ലൊക്കേഷനിലോട്ടാണ്. നിങ്ങൾ കണ്ടോളൂ. ഇന്നും കൂടെ കൂടി 999 വണക്കം. ഇതിന്റെ പേരെന്ത്? ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ബട്ട് അങ്ങനെ വിസിറ്റേഴ്സ് അലൗഡ് ആണ് കേട്ടോ. അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു ഫണ്ണാണ് ഗൈസ്. 6 രൂപ തേയിലത്തോട്ടത്തിൽ കൂടെ ആരോടും ചോദിക്കാതെ കയറിപ്പോവാണ്. നിങ്ങളാരും വരുന്നില്ലേ? വാ, ഞാൻ നിനക്ക് വഴി തെളിച്ചു തരാം. മിസാലിന ദേവസ്യം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ലാഡർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ചാർലി സിനിമയിലെ വെള്ളമുള്ള ലൊക്കേഷനിൽ വെള്ളമില്ല. വെള്ളം ഉണ്ടോന്ന് അറിയത്തില്ല. കണ്ടില്ലല്ലോ, വെള്ളം സിനിമയിലുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഒത്തിരി വർഷമായി സിനിമ കണ്ടിട്ട്. ഫുള്ള് തേയിലത്തോട്ടം. ആ ഒരു ലൊക്കേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം നമ്മൾ നടന്നിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി നടന്നതാണ്. ബട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയതുകൊണ്ട് ഡബിളായിട്ട് നടക്കേണ്ടി വന്നു. അതിന് ഗൂഗിൾ മാപ്പൊക്കെ നോക്കി പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലൊക്കേഷൻ. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ലായിരിക്കും, കാരണം വെള്ളമില്ല. ഇതിനകത്ത് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുള്ളൊരു ടൈമുണ്ട്. മീൻസ് ആ ചാർലി സിനിമയിലൊക്കെ കാണിക്കുന്ന ദുൽഖർ സൽമാനൊക്കെ വന്നിട്ട് ചാടിക്കുളിക്കുന്ന ഒരു കുളമൊക്കെ ഉണ്ടല്ലോ, അതാണ് ഈ ഒരു സ്ഥലം. ആ ഒരു സിനിമയുടെ ഓൾമോസ്റ്റ് കുറേ സീൻസ് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. കാരണം നല്ല രസമല്ലേ കാണാനൊക്കെ സ്ഥലം. ഇപ്പോൾ ഇവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ മിസ്സായിപ്പോയി. സമ്മറല്ലേ, അതുകൊണ്ട് എപ്പോഴും വെള്ളം കാണില്ലല്ലോ. സോ അതൊന്ന് മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ കുറച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ട് ആ മരത്തിൻ്റെ മണ്ടിയിലൊന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ കയറിയതാണ്. ഒരു രസം. ഗൈസ്, ഇവിടെ കുറേ കല്ലറയൊക്കെ കാണാമല്ലോ. ഇതൊക്കെ പഴയ കല്ലറയാണ്, ഇപ്പം കൊള്ളതല്ല, കുറേ ആയി. പിന്നെ ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് കുറേ കപ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ നമ്മൾ കുട്ടിക്കാനത്തെ തേയിലത്തോട്ടമൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അടുത്തായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ തേക്കടിക്ക് പോയി. തേക്കടി പോയി ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അതുപോലെ
അവിടെ ഒരു നാഷണൽ പാർക്കുണ്ട്, പെരിയാർ നാഷണൽ പാർക്ക്. അപ്പോൾ നമ്മൾ അതിനകത്തും പോയി മൃഗങ്ങളെയൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കടയെ കാണാം കേട്ടോ എന്നാണ് അലീന പറയുന്നത്. ഗൂഗിളിൽ ഫോട്ടോ എടുക്കാതെ കടുവ വന്ന് നിൽക്കുമായിരുന്നു. ഇങ്ങനെ ബോട്ടിങ്ങിൽ പോകുന്നവര് ആൾക്കാർ കണ്ടിട്ട് ഫോട്ടോ എടുക്കും. നോക്ക് പോവാ വേണ്ട മതിന്ന്. ഈ ബോട്ടിങ് ഒരു സ്പെസിഫിക് ടൈമിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ബോട്ട് ഒന്നിച്ചൊക്കെ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. കാരണം നേരത്തെ ഓൾറെഡി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ്റ്റിയാണിപ്പോൾ. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി. ഇതിൽ ഈ ഒരു ലേക്കിൻ്റെ നടുക്ക് ഇവർക്ക് പ്രൈവറ്റ് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ലേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം പെരിയാർ നദിക്ക് കുറുകെ വന്ന ടൈമിൽ ആർട്ടിഫിഷ്യലായിട്ട് ഫോം ചെയ്തൊരു ലേക്കാണിത്. ഇതിൻ്റെ ചുറ്റിനും ഫുള്ള് കാടാണ്, മീൻസ് വനമാണ്. നമുക്ക് പോകുന്ന വഴിക്ക് കുറേ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. സൂം ചെയ്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാട്ടുപോത്തും മ്ലാവും അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ കണ്ട്. ആനയെ കണ്ടിട്ടുണ്ട്. അതെനിക്ക് വീഡിയോ മിസ്സായിപ്പോൾ അതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഏകദേശം ഒരു 2.5-3 മണിക്കൂറത്തെ ബോട്ടിംഗ് ആണ്. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. അലീനെ കടുവയെ കണ്ടോ? അലീനെ കടുവയെ കണ്ടില്ല, ആനയെ കണ്ടു, കാട്ടുപോത്തിനെ കണ്ടു, കാട്ടുപന്നിയെ കണ്ടു, കൊക്കുമുണ്ടിയെ കണ്ടു. കടുവ എപ്പോഴും വരില്ല, ഇടയ്ക്കൊക്കെ വരും. കടുവ എന്തോ ഇവിടെ ഉച്ചമയക്കത്തിലാണ് ഗൈസ്. നമുക്കവിടെ ഒരുപാട് പാക്കേജസ് കാര്യങ്ങളുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ കുറേ പാക്കേജസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരുടെ സൈറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഫോറസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നൈറ്റ് ഫുൾ ഡേ ആൻഡ് നൈറ്റ് ട്രെക്കിങ്ങും അതുപോലെ നൈറ്റ് ഫോറസ്റ്റിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് വിത്ത് ദെയർ ഗാർഡ്. നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഈ ഒരു ലേക്ക് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമ്മൾ നേരെ പരുന്തുംപാറയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി എല്ലാവരും പോയി മടുത്ത സ്ഥലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആർക്കും അവിടെ വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം ചൂടും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അലീനയും കൂടെ കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി കഥയൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ടുടങ്ങിയിരുന്നു. അലീന ദേവസ്യം, നമ്മുടെ ഓവറോൾ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. കടുവയെ കാണിച്ചിരുന്നു, പറ്റിച്ചു. കടുവ വന്നില്ല ഗൈസ്. തണുപ്പില്ല, ചൂടായതുകൊണ്ട് കടുവ വീട്ടിൽ തന്നെ ഇരിക്കുക, വെളിയിലോട്ടൊന്നും ഇറങ്ങുന്നില്ല. പിന്നെ ഇപ്പം ലാസ്റ്റായിട്ട് ഞങ്ങൾ പരുന്തുംപാറ വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകുമെന്നുള്ളത് വലിയ നിശ്ചയമൊന്നുമില്ല. കാറിനകത്ത് കയറി കഴിയുമ്പോൾ വേറെ വല്ലയിടത്തോട്ട് പോകുന്നു പറയുകയാണെങ്കിൽ തൽക്കാലം ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ കൊണ്ട് തീർക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പും കൊണ്ട് വരാം. ഓക്കെ, ബൈ.